ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഹെൽത്ത് ഓക്കെ ആയോ, പെയിൻ കുറഞ്ഞോ എന്നൊക്കെ. അപ്പോൾ ഓക്കെ ആവണം. പെയിൻ കുറവുണ്ട്, അതിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ നമ്മളെ നഷ്ടങ്ങളെന്ന് നമ്മളെ നഷ്ടങ്ങളാണ്, അതൊരിക്കലും തിരിച്ച് കിട്ടാത്ത നഷ്ടങ്ങളാണ്. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആയപ്പോൾ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതായപ്പോൾ ഞാൻ ചെറുതായിട്ട് കുക്കിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ അതൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു വെറൈറ്റി മീൻ കറിയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് 1 സ്പൂണ് ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്. ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 കറിവേപ്പില. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എണ്ണ തെളിയണ വരെ മൂപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളക്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമാങ്ങ നീളത്തിലരിഞ്ഞതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ മാങ്ങ കഷ്ണമൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. 1/2 കിലോ നെയ്മീൻ അത് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളെ മീനും മാങ്ങയൊക്കെ പാകത്തിന് വെന്ത് പാകത്തിന് വെള്ളം കുറുകി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തു. പാകത്തിന് മാങ്ങയും മീനും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു താളിപ്പ് തയ്യാറാക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. നമ്മൾ താളിപ്പുണ്ടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പച്ചമാങ്ങയൊക്കെ വെച്ച് നല്ല ആലപ്പുഴ മീൻകറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.